നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഭഗവാൻ മഹാദേവനുമായി ബന്ധപ്പെട്ട തൊടുകുറി ശാസ്ത്രമാണ് നോക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ, പ്രയാസങ്ങളൊക്കെ എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നത് എന്നാണ് ഈ ഒരു തൊടുകുറിയിലൂടെ നോക്കുന്നത്. അതിനായിട്ട് ഇവിടെ ഭഗവാൻ മഹാദേവൻ്റെ 2 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ കണ്ണുകളടച്ച് മനസ്സ് ഏകാഗ്രമാക്കി ശിവഭഗവാനെയും നിങ്ങളുടെ ഇഷ്ടദേവതയെയും നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദുഃഖങ്ങളും ദുരിതങ്ങളുമെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഉടൻ തന്നെ ഒഴിഞ്ഞു പോകണമെന്ന് നിങ്ങളുടെ ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കുക. ശേഷം കണ്ണുകൾ തുറക്കുക. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഭഗവാന്റെ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഇനി നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രം പറയും നിങ്ങളുടെ ഫലം എന്താണെന്ന്, നിങ്ങളുടെ ദുരിതകാലം എപ്പോൾ അവസാനിക്കും എന്ന്. ആദ്യമായിട്ട് ശിവഭഗവാന്റെ 1ാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം എന്താണെന്ന് നോക്കാം. അതായത് അവഗണന നിങ്ങൾ പല അവസരങ്ങളിലും നേരിട്ടിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും നിങ്ങളെ പലരും മനഃപൂർവ്വം തന്നെ പല കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പ്രധാനമായും സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷമങ്ങളാണ് നിങ്ങളെ അലട്ടുന്നത് എന്ന് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ധാരാളം കുത്തുവാക്കുകളും ഒറ്റപ്പെടലുമെല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. നിങ്ങൾ വളരെയധികം വിശ്വസിച്ച പലരും നിങ്ങളിൽ നിന്നും അകന്നുപോയി. ഒരു സമയത്ത് നിങ്ങൾ സഹായിച്ചിട്ടുള്ള പലരും ഇപ്പോൾ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി മൂലം നിങ്ങളിൽ നിന്നും അകന്നുപോയി എന്ന് തന്നെ പറയാം. അതുപോലെ ആരുടെയോ മടങ്ങിവരവ് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട പലരും നിങ്ങളിൽ നിന്നും അകന്നു പോയതിൽ ഇപ്പോൾ നിങ്ങൾ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ആരുടെയോ വേർപാടിൽ വളരെയധികം ദുഃഖം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളുടെ മനസ്സാണ് നിങ്ങൾക്ക്. അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് മനസ്സ് വിഷമിക്കുന്ന ആളുകളാണ് നിങ്ങൾ. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും വലിയ രീതിയിൽ ടെൻഷൻ അടിക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ. അതുപോലെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നാലോചിച്ച് അനാവശ്യമായി ടെൻഷൻ അടിക്കുന്ന കൂട്ടരാണ് നിങ്ങൾ. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമങ്ങൾ നിത്യവും ചൊല്ലുന്നതിലൂടെ ഒരു പരിധിവരെ നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ തൊടുകുറി ഫലം പറയുന്നത് എന്തെന്നാൽ, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന മോശം സാഹചര്യങ്ങളൊക്കെ മാറാൻ, സങ്കടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാനൊക്കെ കുറച്ച് സമയം എടുക്കുമെന്നാണ് കാണുന്നത്. അതായത് സന്തോഷകരമായ ജീവിതത്തിനായി ഇനിയും നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് ഇതിലും കൂടുതൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ടുണ്ടെന്നിവിടെ കാണുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ആത്മവിശ്വാസം കൈവിടാതെ ഈ ഒരു സാഹചര്യവും നിങ്ങൾ മറികടക്കും. സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങളെ കാത്ത് നിൽപ്പുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുക. ഭഗവാൻ മഹാദേവനെയും നിങ്ങളുടെ ഇഷ്ടദേവതയെയും നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇനി ശിവഭഗവാന്റെ 2ാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം എന്താണെന്ന് നോക്കാം. അതായത് ഈ അടുത്ത കാലത്ത് പല കാരണങ്ങളാൽ ശത്രുക്കളുടെ എണ്ണം നിങ്ങൾക്ക് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമെല്ലാം നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഭഗവാന്റെ 2ാമത്തെ ചിത്രം തിരഞ്ഞെടുത്തിട്ടുള്ള നിങ്ങളുടെ ഫലം എന്ന് പറയുന്നത് വളരെ ശുഭകരമായിട്ടുള്ള
വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് കാണുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വൈകാതെ വലിയ കാലതാമസമില്ലാതെ ഒഴിഞ്ഞുപോയി സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ സ്വപ്നം കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് നിങ്ങൾ. ജീവിതത്തിൽ ഒരിക്കലും നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് കരുതുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വപ്നം കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ പല വലിയ പ്രശ്നങ്ങളെയും നിസ്സാരമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങൾ. അതായത് മറ്റുള്ളവർക്ക് വലിയ പ്രശ്നമായി തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നിസ്സാരമായിട്ടാണ് തോന്നുന്നത്. ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനും പോസിറ്റീവായിട്ട് ചിന്തിക്കാനുമൊക്കെയാണ് നിങ്ങൾക്കിഷ്ടം. ഇവിടെ നിങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഒഴിഞ്ഞു പോകാൻ പോകുന്നു എന്ന ശുഭകരമായ ഒരു ഫലമാണ് നിങ്ങളുടേത് കാണുന്നത്. ജീവിതത്തിൽ മുന്നോട്ടുള്ള നാളുകൾ നിങ്ങളുടേത് സന്തോഷവും സമാധാനവും നിറഞ്ഞ നാളുകളാണ്. നിങ്ങളെ കുറ്റപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തവരൊക്കെ അതെല്ലാം മറന്ന് തിരികെ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുന്നതാണ്. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ശിവഭഗവാനെയും ഇഷ്ടദേവതയെയും നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ ഏതെങ്കിലും രോഗങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ രോഗശാന്തി നിങ്ങളിൽ ഉടൻ തന്നെ വന്നു ചേരുന്നതാണ്. കൂടാതെ ഒരുപാട് യാത്രകൾ പോകാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ വലിയ കാലതാമസമില്ലാതെ നടന്നു കിട്ടുന്നതാണ്. ഇത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് നിങ്ങളുടേത് ഇവിടെ കാണുന്നത്. സന്തോഷകരമായ ദിനങ്ങളാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്.